ബംഗാളിലെ ഒന്നാം ഘട്ട വോട്ടെടുപ്പിൽ 3,60,00,000 വോട്ടർമാരാണ് വിധിയെഴുതുന്നത്. പ്രശ്നബാധിത മണ്ഡലങ്ങൾ തരംതിരിച്ച് കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. രണ്ടാം ഘട്ട വോട്ടെടുപ്പ് 29-ന് നടക്കും. നാളെ വോട്ടെടുപ്പ് നടക്കുന്ന മാൾഡയിൽ നിന്ന് ഡി ധനസുമോ തയ്യാറാക്കിയ റിപ്പോർട്ട്. ഒന്നാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത് മുർഷിദാബാദ് ഉൾപ്പെടെയുള്ള 16 ജില്ലകളിലാണ്. മുർഷിദാബാദിൽ മാത്രം 16 അസംബ്ലി മണ്ഡലങ്ങളുണ്ട്. അവിടെ വോട്ടെടുപ്പ് നടക്കുന്നുണ്ട്. ഇത് ഈ ഒന്നാം ഘട്ട പോളിംഗിൻ്റെ ഒരു പ്രത്യേകത. ഈ വ്യാപകമായി വോട്ട് വെട്ടിമാറ്റപ്പെട്ട ജില്ലകളാണ്. ചില ജില്ലകളിൽ നിന്നും 5 ലക്ഷത്തിലധികം വോട്ട് തന്നെ വെട്ടിമാറ്റപ്പെട്ടിട്ടുണ്ട്. ഒരു മണ്ഡലത്തിൽ നിന്നും ശരാശരി ഒരു 20,000-നും 30,000-നും ഇടയിൽ വോട്ട് വെട്ടിമാറ്റപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഈ മാൾഡ തുടങ്ങിയ മേഖലകളിൽ SIR നടപടികളുമായി ബന്ധപ്പെട്ട് ജഡ്ജിമാരെ തടഞ്ഞു വയ്ക്കപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും എത്തിയതിനു ശേഷം മുഖ്യമന്ത്രി മമതാ ബാനർജിയെ വിളിച്ച ദീദി ഓ ദീദി, ഏ ദീദി തുടങ്ങിയ പരാമർശങ്ങൾ സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ തന്നെയാണ്. അവർ സ്ത്രീകളോട് എങ്ങനെയാണ് അവരുടെ ഒരു പെരുമാറ്റം എന്നുള്ള ഒരു കാണുന്ന ഒരു രീതി തന്നെയാണ് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ TMC അവസാന ഘട്ടത്തിൽ പ്രചരണം നടത്തുന്നത്. വ്യാപകമായി ആക്രമണങ്ങൾ ഇന്നലെയും നടന്നിരുന്നു. അതുകൊണ്ട് തന്നെ മുൻകൂർ കസ്റ്റഡി 1000-ലധികം പേരെയാണ് എടുത്തിരിക്കുന്നത്. പക്ഷേ ഈ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നവരെ TMC പ്രവർത്തകരെയാണ് കൂടുതലും കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് എന്ന് ചൂണ്ടിക്കാട്ടിയുള്ള ഒരു മമതയുടെ ഒരു പ്രതിഷേധം ഒരു ഭാഗത്തുണ്ട്. നിരവധി പ്രശ്നസങ്കീർണമായ ഒരു സ്ഥലങ്ങളിലാണ് ഈ ഒന്നാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത്. ഒരു തരത്തിലുള്ള ഒരു സമാധാന ഭംഗവും ഇല്ലാതെ തെരഞ്ഞെടുപ്പ് നടക്കും എന്നുള്ള ഒരു പ്രഖ്യാപനം തന്നെയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ ഇറക്കിയിരിക്കുന്നത്.